ഹായ് ചങ്സുകളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ കന്യാകുമാരിയിൽ പോകുന്ന വഴിയാണ്. പോകുന്ന വഴി എൻ്റെ വീട്ടിൽ കയറി ഊണ് കഴിച്ചിട്ട് തന്നെ പോകണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. നമ്മൾ ഊണ് വെച്ചിട്ടും അമ്മ പറഞ്ഞു അവിടെ വന്ന് കഴിക്കണം. പിന്നെ കറിയെല്ലാം എടുത്ത് വീട്ടിൽ പോയി. പരിസ്ഥിതി സംഘടനകൾ ആവശ്യം. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോൾ പോയാലും ഇങ്ങനെ വാർത്തകൾ ന്യൂസുകൾ ഒക്കെ കാണാൻ സാധിക്കും. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. റീലെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ നടക്കില്ല. അങ്ങനെ ഞാൻ മുറ്റത്ത് മൊട്ട വെയിലത്തിറങ്ങി ഒരു കുഞ്ഞ് റീലെടുത്ത് കേട്ടോ. അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെപ്പോഴും ന്യൂസും കാർട്ടൂണും ഒക്കെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് കറികളെല്ലാം ഉണ്ടാക്കി അതെല്ലാം പോയി കഴിച്ചു. ഇങ്ങനെ ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ടാക്കി വയ്ക്കും. എല്ലാം കഴിച്ച് പിന്നെ അമ്മയായിട്ടാണ് നമ്മൾ പോയത്. അമ്മ കുറേ കറി ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ വെച്ച് നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തിരിച്ചു കന്യാകുമാരിയിലോട്ട്. ചക്കുപ്പയെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചക്കുപ്പ വൻ വാചകോടിയാണ് ബാക്കിലിരുന്ന്. വല്ലപ്പോഴേ ഉള്ളൂ ഇങ്ങനത്തെ യാത്രകളൊക്കെ കേട്ടോ, വല്ലപ്പോഴേ ഉള്ളൂ. കന്യാകുമാരിയുടെ അടുത്തല്ല, മീൻസ് ബോർഡറിനടുത്താണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചോറൂണ് നടത്തിയതാണ്. എന്നിട്ട് വല്ലപ്പോഴേക്കേ പോകുള്ളൂ. ദേവിയെ തൊഴാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഈവനിങ്ങാണ് പോയത്. പക്ഷേ സൺസെറ്റ് എടുത്തില്ല. സോറി. ഫോൺ ഇങ്ങനെ ഇടയ്ക്ക് കുത്തുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലോട്ടേക്ക് നല്ല അടി കൊടുക്കണേ. സോറി. എന്തിനായിരുന്നു സോറി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല മൊട്ട വെയിലായിരുന്നു. എത്താത്ത ഏതോ ഒരു തൊപ്പിയൊക്കെ ഞാൻ വലിയ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഗമ്മയ്ക്കിരുന്നോട്ടോ, ഒരു ഗുമ്മ് വേണമല്ലോ. അങ്ങനെ പതുക്കെ നടന്ന് ദേവിയെ തൊഴാൻ വേണ്ടി പോവായിരുന്നേ. നന്നായിട്ട് തൊഴാൻ പറ്റി ദേവിയെ. ഇത് പോകുന്ന ദേവിയുടെ നമ്മൾ അമ്പലത്തിൽ, കന്യാകുമാരി അമ്പലത്തിനകത്തോട്ട് കയറുമ്പോൾ സൈഡിൽ ഉള്ള ഷോപ്പുകളൊക്കെയാണ്. ഇതൊന്നും ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. നമുക്ക് ദേവിയെ തൊഴണം, അതായിരുന്നു ലക്ഷ്യം. നന്നായിട്ട് തൊഴാൻ പറ്റി. തിരക്കൊട്ടുമില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര തിരക്കാന്നൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ തിരക്കില്ല. സന്തോഷമായി. നന്നായിട്ട് തൊഴാൻ പറ്റി. പക്ഷെ ഒറ്റ വിഷമം, സൺസെറ്റ് എടുക്കാൻ പറ്റിയില്ല. സാരമില്ല. നല്ല ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിലയൊന്നും ചോദിച്ചില്ല. കുറച്ച് കുറവൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അത്ര വിലയൊന്നും വരാൻ ചാൻസ് ഇല്ല കന്യാകുമാരിയിൽ. ചിലതിനൊക്കെ വില ഉണ്ടാവും, ചില സാധനങ്ങൾക്കൊന്നും വില ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് പതുക്കെ നമ്മൾ ദേവിയെ തൊഴാനായിട്ട് പതുക്കെ അകത്തോട്ട് കയറി തൊഴുത് കഴിഞ്ഞിട്ട് പുറത്തുള്ള അകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല തണുപ്പകത്ത്. ഇത്രയും ചൂടുള്ള ഈ പൊള്ളുന്ന സ്ഥലത്ത് അകത്ത് നല്ല തണുപ്പ്. ആ കടലിൻ്റെ എന്താ പറയുക, കടലിൽ നിന്നുള്ള ഒരു തണുപ്പോ എന്തോ ആണ്. അത് നന്നായിട്ട് തൊഴാൻ പറ്റി. നല്ല ഒരു സമാധാനം. ദേവിയെ തൊഴുതിറങ്ങുമ്പം അതിനകത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുട്ടാട്ടോ, അതാണ് നല്ല പ്രകാശം കിട്ടിയില്ല. നല്ല തൊഴുതിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ആശാൻ എൻ്റെ ചക്കുവ കുട്ടാൻ വന്ന് കോപ്പറായങ്ങൾ കാണിക്കുന്നതാണ്. എപ്പോൾ ക്യാമറ എടുത്താൽ ഇത് തന്നെ. പിന്നെ കുറച്ച് നേരം പുറത്തിരുന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഞാൻ എടുത്തു. അപ്പോൾ എന്നെ ഒരാൾ വന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോഴേ ഒരു ചേച്ചി വന്ന് എനിക്ക് നല്ല വഴക്ക്. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ഫീഡിങ് റൂമാണ്, അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി നടന്നങ്ങ് ചോദിച്ചാൽ തുറന്നു തരും. അങ്ങനെ ഇത് ഈ കുങ്കുമം, പിന്നെ ചന്ദനം, പിന്നെ അതുപോലത്തെ ലഡു പ്രസാദം പോലെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ പോകുന്നവർക്ക് ഇതൊരു സന്തോഷം എടുക്കുന്നത്, അങ്ങനെ എടുത്തതാണ്. പിന്നെ ആ പ്രസാദമൊക്കെ വാങ്ങിച്ച് ലഡു ഉണ്ട്, പിന്നെ റവ ലാഡുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റൂ. നല്ല മധുരമാണ് കുഞ്ഞുങ്ങളെ. പഞ്ചസാരയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതെന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ എടുത്തതാണ്. അണ്ടിപ്പരിപ്പാണോ എന്തൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കുക. നമ്മൾ തൊഴുതിറങ്ങുമ്പം ആ സൈഡിലുള്ള സാധനങ്ങളാണ്. ചക്കുപ്പ കളിപ്പാട്ടത്തിന് വേണ്ടിയാണ് ഇവിടെ എല്ലാം കിടന്ന് കറങ്ങുന്നത്. ഈ ചെറിയ ബോട്ടിലൊക്കെ ഇരിക്കുന്നതൊക്കെ അവന് വാങ്ങിച്ചു കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിച്ചിവിടെ അവിടെയൊക്കെ ഇട്ടേക്കുമ്പോൾ ഞാൻ പറക്കിക്കൊണ്ട് നടക്കണം. ഇതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ എടുത്ത് ഈ മണ്ഡപമൊക്കെ ഇങ്ങനെ എടുത്ത്, മണ്ഡപത്തിൽ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. കോഴി എന്തിനവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. മുട്ട എൻ്റെ അമ്മ ആ ചേച്ചി എന്നോടാണ് തട്ടി കയറിയത്. അത് പേടിച്ച് കണ്ടം വഴി ഓടിയ കുറച്ച് ആൾക്കാരെയാണ് നിങ്ങൾ കണ്ടത്. അവരെല്ലാം ഫോട്ടോ എടുക്കുക, അതിന് പേടിച്ചോടിയത്. ഇത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ സൈഡിൽ വെച്ചിരിക്കുന്ന ഓരോ രൂപങ്ങളാണ് കേട്ടോ. ഒരു മയിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ.
ഇതൊക്കെ ചക്കുപ്പയ്ക്കൊക്കെയാണ് ഇത് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നത് കേട്ടോ, ഈ രൂപങ്ങളൊക്കെ. അമ്മ കോഴി എടുക്കുന്നു, 2 കോഴികളിങ്ങനെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഇത്ര ആൾക്കാരൊക്കെ വരുന്നു, കോഴി 2 പേര് കാവൽ നിൽക്കും പോലെ മുകളിൽ. പൂവൻ കോഴി എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുന്നതായിരിക്കും അല്ലേ, കടലിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇത് പുറത്തിറങ്ങുന്ന സ്ഥലം. പുറത്തിറങ്ങുമ്പം ഒരു പ്രത്യേകത അവിടെയൊക്കെ. എനിക്കിത് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വഴിയിൽ തമിഴ്നാട് പോകുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ കാണുന്ന ആടും പശുവൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഫുള്ള് പട്ടിയൊക്കെയാണ്. പക്ഷേ അവിടെ ആട്, പശു. ചക്കുപ്പ കണ്ടോ, ചക്കുപ്പ നേരെ കയറി ഭയങ്കര വില കൂടിയ സാധനങ്ങളൊക്കെയാണ് നോക്കുന്നത്. ആദിയോഗിയുടെ ഒരു പ്രതിമ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, നമ്മൾ കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ വന്നിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ. ഇത് തിരുവള്ളുവർ പ്രതിമയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അത് വിവേകാനന്ദ പാറ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ, വിവേകാനന്ദ പാറയിൽ നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. കാരണം അവിടെ സന്ധ്യ 4 മണി വരെ എന്തോ ടിക്കറ്റുള്ളൂ, അപ്പോഴേ പോകാൻ പറ്റും. രാത്രിയാകുമ്പോൾ തിര കൂടുതലെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ പോകില്ല, എനിക്ക് വേണ്ടി. കടലിൻ്റെ വൈബ്. இருக்கு இருக்கு தமிழ் தானே, வீட்டில் இருக்கு. வீட்டில் இருக்கு. പാവം മാമന്മാർ ശംഖുമാല, കലഡോസ്കോപ്പൊക്കെ എൻ്റെ അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളത്, അമ്മയ്ക്കൊക്കെ അറിയാം. അങ്ങനെ അത് വാങ്ങിച്ചേട്ടോ, നല്ല രസമുണ്ട് അതിനകത്തൂടെ. അറിയാവുന്നവരുണ്ടോ? പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടോ ഇതുപോലെ. അപ്പോൾ ചേട്ടാ എൻ്റെ ഫോട്ടോ എടുത്തുതരാൻ വന്നു. வீடியோ எடுக்கணுமா? முதல்ல ஒரு ஃபோட்டோ எடுப்போண்ணா. ഇപ്പം നിങ്ങൾ കണ്ട ഈ സലിംകുമാറിനെ പോലിരിക്കുന്ന ചേട്ടനാണ് നമ്മളെ ഫോട്ടോയൊക്കെ എടുത്തത്. വീണ്ടും മൊബൈലിൽ എടുത്തത് കേട്ടോ, പാവം. 100 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക്. അങ്ങനെ നമ്മളെ നിന്ന് കുറേ രൂപ അടിച്ച് പറ്റി, ഫോട്ടോ എടുത്തതിന് കാശ് വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കാൻ ആരുമില്ല, എൻ്റെ മൊബൈലിൽ 2-3 ഫോട്ടോ എടുത്തത്. ആ ചേട്ടൻ തന്നെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് സലിംകുമാറിനെ പോലെ തോന്നി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സമയം കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇത്രയും തിരക്കും ഇത്രയും ആൾക്കാരൊക്കെ ഈ കടലിൽ വരുന്നുണ്ടോ. വിവേകാനന്ദ പാറയിൽ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. 4 മണി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റൊന്നുമില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റും. അപ്പോഴതാ കളിപ്പാട്ടത്തിന് ഓടി നടന്ന എൻ്റെ ചക്കക്കുട്ട ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് വന്നു. ചക്കുപ്പ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ് ഗൈസ്. എവിടെ ഗിഫ്റ്റ്? താങ്ക് യു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്നെ ഏതോ ചുടല മാടസ്വാമി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു ഗൈസ്. ഈ കുട്ടി എൻ്റെ ചക്കുപ്പ. എനിക്കറിയില്ല ചക്കുപ്പ. അങ്ങനെ അവിടെ ഞാൻ നിൽക്കുമ്പോൾ എന്നെ എവിടെയൊക്കെ ചെന്ന് നോക്കി കണ്ടുപിടിച്ച് ചുടല മാടസ്വാമി കോവിലുണ്ട് തൊഴാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോയേ. എന്നിട്ട് അവിടെ പോയി ഒരു ചെറിയ അമ്പലം പോലെ അവിടെ പോകാനുള്ള പോക്കാണ്. എന്നിട്ട് ചക്കുപ്പ എല്ലാവരെയും വിളിക്കുവാണ് തൊഴാൻ വേണ്ടിയേ. അമ്മൂമ്മേനെ അച്ഛനെ എല്ലാവരും വിളിച്ച് അത് തൊഴിക്കാൻ വേണ്ടി എല്ലാവരും കൊണ്ടുവന്നുള്ള എക്സൈറ്റ്മെൻറ്റ്. അവന് ഈ അമ്പലങ്ങളിൽ കയറി തൊഴുവാന്ന് വെച്ചാൽ ചക്കുപ്പയുടെ സന്തോഷം അത്രയ്ക്ക് സന്തോഷമാണ് അവന്. എന്നിട്ട് അതൊക്കെ തൊഴാൻ വേണ്ടിയുള്ള പോക്ക്. മാല കൊള്ളാവോ ഗൈസ്? ഇപ്പോൾ വാങ്ങിച്ച മാല മാച്ചായിട്ട് വാങ്ങിച്ചിട്ട്. ഇതെന്താണ്? അപ്പോൾ കന്യാകുമാരിയിൽ വൈകുന്നേര സമയത്ത് പോയാൽ ഒരു ഐസ്ക്രീം കുടിക്കണ്ടേ? ഐസ്ക്രീം കുടിക്കാൻ പാടില്ലാത്ത ചില ജന്മങ്ങളാണ് നമ്മളൊക്കെ. എങ്കിലും കുറച്ച് ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചേ. കുറച്ചല്ല, ഒരു ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചു. കൊതി വന്നു. ചക്കുപ്പിക്ക് ഐസ്ക്രീം കൊടുക്കാറില്ല, പെട്ടെന്ന് അവന് പറ്റില്ല, പനി വരും.
പക്ഷേ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു. അപ്പം മറ്റേ നമ്മുടെ ബ്രാൻഡഡ് ഐസ്ക്രീമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് കിട്ടുന്ന സാധാരണ ഐസ്ക്രീമാണ്. അങ്ങനെ ചക്കുപ്പ ചോക്ലേറ്റ് ഐസ്ക്രീം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, മാംഗോ ഐസ്ക്രീം. അങ്ങനെ എനിക്ക് മാംഗോ ഐസ്ക്രീമും അമ്മയൊക്കെ വാനിലയൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു. അവിടെ ഭയങ്കര സ്ലോ എടുത്ത് തരാൻ അനങ്ങി പുള്ളിക്ക് വലിയ വശമില്ല എന്ന് തോന്നുന്നു. അത് വേറെ ആരും എടുത്ത് കൊടുക്കുന്നതാണ്, പിന്നെ അങ്ങേരും എടുത്ത് തരുന്നതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് കഴിച്ചുണ്ടാവും. മാങ്ങാപ്പഴം കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫാൻസി കടയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനവിടെ കയറിയാൽ ഞാൻ കുറേ എടുത്തുകൊണ്ട് ഇറങ്ങും, അതുകൊണ്ട് കയറാറില്ല. അങ്ങനെ കയറാതെ നിന്ന് പിന്നെ എന്നെ അമ്മയൊക്കെ കയറിയതുകൊണ്ട് ഞാനും കയറി. അപ്പോൾ കുറേ മാലകളും വളയും പിന്നെ നമ്മുടെ പലതരത്തിലുള്ള പേനകൾ, ഇറേസേഴ്സ്, പിന്നെ ഇല്ലാത്തതൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ഭയങ്കര വില കുറവാണ്. 5 രൂപയ്ക്ക് വരെ ക്ലിപ്പൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ വാങ്ങിച്ചു കേട്ടോ, ഇരിക്കട്ടെ. You say it's hard to tell just what I'm thinking. You think it's hard to see behind my smile. I'll say whatever you want, let you walk into my heart if you want to. You can ask anything, no walls between us, ain't no mess. I'ma tell you all my secrets. You can ask. അതവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ടായിരുന്നു, കാശ് കൊടുക്കാനാണ് പറയണേ. ചക്കുപ്പ അവൻ തന്നെ കൊടുത്തു. ഇത് അടച്ചിട്ടേക്കുന്ന മണ്ഡപമാണ് ദേവിയുടെ. മുക്കുത്തിയുടെ ഒരു ഐതിഹ്യമുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അതുകൊണ്ട് അടച്ചിട്ടതാ കേട്ടോ. I keep you in my heart is where you are. I still think of you, I want you coming back. I remember when we were staring photo. Don't forget the way you look me in the eyes. And I keep you in my heart. ഇത്രയും സൗന്ദര്യമുള്ള കന്യാകുമാരി എല്ലാവരും വന്ന് കാണുക കേട്ടോ, പറ്റുമ്പോൾ. കാണാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല, എങ്കിലും ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വരാൻ നല്ലതാണ്. അവിടെയൊക്കെ വേസ്റ്റ് എറിഞ്ഞിരിക്കുകയാണേ. അതാണ് നമ്മൾ മനുഷ്യരുടെ ഒരു വിരോധാഭാസം. വേസ്റ്റുകളടുത്തൊക്കെ കാണുന്നിടത്തെല്ലാം എറിയും. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇറങ്ങേണ്ടി വരും. ഇപ്പം നമ്മളായാലും കുറേയൊക്കെ അങ്ങനെ ചിന്തിച്ചാലും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് എവിടെ എറിയാൻ എന്ന് വിചാരിച്ചെടുത്തങ്ങ് എറിയും അല്ലേ. നമ്മളായാലും നല്ല പറത്തിയൊക്കെ ഇട്ടിട്ടൊന്ന് മുട്ടിയാണേ. ഇവിടെ വന്നപ്പം നനഞ്ഞ് ഈ പരുവത്തിലായി. ഇത് ബലിക്കല്ല് മണ്ഡപം. ബലിക്കല്ല് മണ്ഡപം മുമ്പേ പിന്നെ രാത്രി എല്ലാരും ഇത് അടച്ചിട്ടിക്കോ അത് തുറന്നിട്ടിക്കോ രാത്രി അടച്ചിട്ടിരുന്നോ. ഇതൊരു അമ്പലമുണ്ട്, ഇവിടെ കയറത്തേ. അവിടെ സ്റ്റാർ ഫിഷ് വിൽക്കാൻ വെച്ചിരിക്കുന്നു. അമ്മ കണ്ടോ? അമ്മ കാണുന്നുണ്ട്. Think of you, I want you coming back. I remember when we were staring photo. Don't forget the way you look me in the eyes. And I keep you in my heart is where you are. I still think of you, I want you coming back.
അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ സൂര്യൻ്റെ പാട്ടിന് പോയി സുഹൃത്തുക്കളെ. സൺസെറ്റ് കാണാൻ പോയി. സൺസെറ്റ് മിസ് ചെയ്ത മന്ദബുദ്ധികൾ. സാരമില്ല, പോട്ടെ, ഇനി അടുത്ത തവണ വരുമ്പോൾ കാണാമെന്നുള്ള നെടുവീർപ്പിടോടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി, ഡ്രസ്സുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ചെറുക്കനഥ പോകുന്നു നാട്ടുരാജാവിനെ പോലെ. അവിടെ ഇങ്ങനെ ജീപ്പിലിങ്ങനെ കുട്ടിയൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ചക്ക കയറി ഇരുന്ന് പോകുന്നുണ്ടായിരുന്നു. Staring photo. Don't forget the way you look me in the eyes, and I keep. ബീച്ച് സൈഡിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് ശംഖ്, റൈസ്, റിങ് ഇതിലൊക്കെ പേരെഴുതി തരും കേട്ടോ. അതെല്ലാം നമ്മൾ ഈ കന്യാകുമാരി ഇതുപോലുള്ള ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് തിങ് എന്ന് പറയുന്നത് ഇതാണല്ലോ. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാനോ നമുക്ക് വേണ്ടപ്പോൾ നമ്മൾ സിബ്ലിങ്സിനൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ ഗൈസ്, ഇഷ്ടംപോലെ ഡോൾസ്. എനിക്ക് കണ്ട് സഹിക്കാൻ വയ്യ. 100 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡോളിനൊക്കെ. ഇതൊക്കെ അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ എത്ര രൂപയാവും? ഇതിനൊന്നും 100 ആ പുറത്ത് കിടന്ന ചെറുതിനൊക്കെ. അപ്പോൾ ഈ ഒരാളാണ് നമുക്കിത് എഴുതി തരുന്നത്. അത് എന്തോ ഒരു സാധനത്തിലൊക്കെ വെച്ചൊക്കെ എഴുതുന്നുണ്ടേ. ഇപ്പോൾ ശംഖുകൾ പല വിലയ്ക്കാണ്, പല സൈസ് അനുസരിച്ചാണ്. വലുത്, ചെറുത്, മീഡിയം സൈസിലുള്ള ഒന്ന് കൊടുത്തു. അത് 100 രൂപ. ഇനി വേറെ 200, 250 ഓരോരുത്തരുടെ ഓരോ വിലയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു ശംഖിൽ നമ്മുടെ 3 പേരുടെ പേര് എഴുതാനും കൊടുത്തു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കീ ചെയിൻസ് ഉണ്ടായിരുന്നു. കീ ചെയിൻസ് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ കൊടുക്കാം, എഴുതി തരും. പിന്നെ ടാറ്റു വരെ ചെയ്തു തരും. ടാറ്റു ചെയ്യാനുള്ള ആഗ്രഹം ഒരിക്കലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. എന്തിനാണ് വെറുതെ നമ്മുടെ കൈയൊക്കെ കുത്തി കീറി, അതുകൊണ്ടത് വേണ്ട. എല്ലാം കഴിഞ്ഞപ്പോൾ ഗൈസ് വയറിൽ നിന്നൊരു വല്ലാത്ത ആളല്ലായിരുന്നു. പിന്നെ വിശന്ന് പൊരിഞ്ഞൊരു ഹോട്ടലിൽ ചെന്ന് കയറി. എന്നിട്ടപ്പോൾ അതിലേക്ക് ചിക്കൻ കറിദോശയൊക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ കറിദോശ അറിയാമോ? തമിഴ്നാട് സ്പെഷ്യലാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഈ ചിക്കൻ കറിദോശയൊക്കെ കഴിക്കുന്നത്. പിന്നെ ചക്കുപ്പ അവിടെ എല്ലാവരോടും വലിയ കമ്പനിയാണ്. അതും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടേ. പിന്നെ ചക്കുപ്പ ആരെ കണ്ടാലും അറിയാലോ അല്ലേ, കമ്പനി അടിച്ച് റെഡി ആയിക്കോളുവേ. അപ്പോൾ ഹിന്ദിയൊക്കെ പറഞ്ഞ് ആ ചേട്ടനെ ഞാൻ കയ്യിലെടുത്തു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാണുക കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.